10ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ കോർഡിനേറ്റ്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മൾ കോർഡിനേറ്റ്സ് എഴുതാൻ പഠിച്ചു അല്ലേ? കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ഇപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ പറയാനാണ് നമ്മൾ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുക. അത് എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് നോക്കുക? ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് എത്ര നീങ്ങി, അതായത് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര നീങ്ങിയിട്ടാണ് പോയിൻ്റ് ഇരിക്കണേ, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എത്ര നീങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് എത്ര നീങ്ങിയിട്ടാണ്, അതാണ് എന്ത് കോർഡിനേറ്റ് ആയിട്ട് എഴുതുക? എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഒരു പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഇനി ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് ടോപ്പിലേക്കാണോ മാറിയിരിക്കുന്നത്, അത് ഒറിജിനിൽ നിന്ന് ഡൗൺ ആയിട്ടാണോ വന്നിരിക്കണേ, അതിൻ്റെ ലെങ്ത്താണ് എന്ത്? വൈ കോർഡിനേറ്റ് ആയിട്ട് എഴുതാം. മനസ്സിലായില്ല? ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത് ഒരു റെക്റ്റാങ്കിളിൻ്റെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ, അപ്പോൾ റെക്റ്റാങ്കിളിൽ നമ്മൾ ടു ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. എന്തുണ്ട്? ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, പിന്നെ 2 വെർട്ടിക്കൽ ലൈൻസും ഉണ്ടാവും അല്ലേ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, എങ്ങനത്തെ ലൈനാണ്? വിലങ്ങനെയുള്ള വര. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള വര. അപ്പോൾ 2 വിലങ്ങനെയുള്ള വരയും 2 കുത്തനെയുള്ള വരയുള്ളതാണ് എന്ത്? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിലങ്ങനെയുള്ള വര എങ്ങനെ, അതായത് ഹൊറിസോണ്ടൽ, ആ എച്ചിൻ്റെ നടുക്കത്ത് ഈ ലൈൻ ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി അതല്ലാത്ത നേരെ ഇരിക്കണത് വെർട്ടിക്കൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് കോർഡിനേറ്റ് ആണ് ചേഞ്ച് ഇല്ലാത്തത്? നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ ലൈനിലെ ഓരോ പോയിൻ്റ് ഇങ്ങോട്ട് നീങ്ങും തോറും ഏത് കോർഡിനേറ്റ് മാറും? എക്സ് കോർഡിനേറ്റ് മാറും അല്ലേ? എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീങ്ങുമ്പോൾ എങ്ങനെ മാറും? എക്സ് കോർഡിനേറ്റ് മാറും. പക്ഷെ വൈ കോർഡിനേറ്റ് ഇല്ല അല്ലേ? വൈ കോർഡിനേറ്റിന് ഒരു മാറ്റവും ഇല്ല. വൈ കോർഡിനേറ്റ് ഇപ്പോൾ ഇത് ആക്സിസ് അല്ല, ഇതൊരു ലൈനാണ്, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ലൈനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വെച്ചോ, ഈ ലൈനിൻ്റെ ഈ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ ലൈനിലെ എല്ലാ പോയിൻറ്റും ഒറിജിനിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ അകലെയാണ് ഇരിക്കണത് അല്ലേ? ഒറിജിനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ എക്സ് കോർഡിനേറ്റ്സിന് മാറ്റം വരും അല്ലേ? എക്സ് കോർഡിനേറ്റ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1.1, 1.2 ഇങ്ങനെ പോയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ വൈ കോർഡിനേറ്റ്, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അതായത് ഹൊറിസോണ്ടൽ ലൈനിലെ എക്സ് കോർഡിനേറ്റിന് മാറ്റം വരും, പക്ഷേ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ലൈൻ നോക്കിക്കഴിഞ്ഞാലോ, വെർട്ടിക്കൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, പക്ഷേ വൈ കോർഡിനേറ്റിന് മാറ്റം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു. ഈ വരയുടെ എക്സ് കോർഡിനേറ്റ്, ഈ വരയിലെ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് -1 ഡിസ്റ്റൻസിലാണ് ഈ പോയിൻറ്റുകളെല്ലാം നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ വൈ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? ഒറിജിനിൽ നിന്ന് ഈ പോയിൻ്റ് ഇത്രയും അകലത്തിലാണ്, ഒറിജിനിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഏതിൽ? വെർട്ടിക്കൽ ലൈനിൽ. ഹൊറിസോണ്ടൽ ലൈനിൽ ഏതാ സെയിം ആയിരിക്കുക? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹൊറിസോണ്ടൽ ലൈനിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വെർട്ടിക്കൽ ലൈനിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കി, ഇതിലെ ഹൊറിസോണ്ടൽ ലൈനാണ് എ ബി എന്ന് പറയണത്. അപ്പോൾ ഈ എ ബിയിലെ എ പോയിൻ്റ് ഒരു വെർട്ടെക്സ് ആണ്, ബി എന്ന് പറയണതും ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. നോക്കിയേ, ഇവിടെ എയുടെ വൈ കോർഡിനേറ്റ് y2 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? y2 തന്നെയാണ് അല്ലേ? അതായത് ഈ ഒറിജിനിൽ നിന്ന് കറക്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ. ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ എ ബി സി ഡി നോക്കിക്കഴിഞ്ഞാൽ എയുടെ കോർഡിനേറ്റ്സ് എത്രയാണ്? x2 y2. അതായത് ഇവിടെ നിന്ന്
ഒറിജിൻ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? x2 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? y2 ആയിരിക്കും. അപ്പോൾ എയുടെ കോർഡിനേറ്റ് എന്തായി? x2 പിന്നെ y2. അടുത്തത് ബിയുടെ കോർഡിനേറ്റ് x1 y2. അപ്പോൾ ഈ ഭാഗം ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ്? x1. ഈ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കണ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് x1 ഡിസ്റ്റൻസിലും ഒറിജിനിൽ നിന്ന് താഴോട്ട് y2 ഡിസ്റ്റൻസിലുമാണ്. അപ്പോൾ കണ്ട ഈ ഹൊറിസോണ്ടൽ ലൈനായ ഇതിലെ എ ബി എന്ന ഈ പോയിൻറ്റിൻ്റെ ഏത് കോർഡിനേറ്റ്സ് സെയിമായി? y കോർഡിനേറ്റ്സ് സെയിമായി. ഇനി അടുത്തത് സി എന്ന് പറഞ്ഞ പോയിൻ്റ് നോക്കാം. ഈ വെർട്ടെക്സ് ഇതിൻ്റെ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതാ? x1 ഇവിടുത്തെ അല്ലേ? ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് ഈ ലെങ്ത്താണ് x1. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് എത്രയുണ്ട്? y1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് x1 y1. ഇനി ഇത് നോക്കിയേ, ഇതിൻ്റെയും y കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ സി ഡി എന്ന ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും y1. എക്സ് കോർഡിനേറ്റ് ഡിയുടെ എക്സ് കോർഡിനേറ്റ് ഏതാ? x2. കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 139 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ റെക്റ്റാങ്കിൾസ് ബിലോ ഹാവ് സൈഡ്സ് പാരലൽ ടു ദ ആക്സസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ റിമൈനിങ് വെർട്ടിസസ് ഓഫ് ഈച്ച്. ഇവിടെ 3 റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടിസസ്, അതായത് എന്താ ഓപ്പോസിറ്റ് മൂലകളിലെ എന്ത് തന്നിട്ടുണ്ട്? സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ബാക്കി 2 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. കണ്ട, അങ്ങനെ 3 റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ നോക്കാം. ഇതാണ് തന്നിരിക്കുന്നത്. എന്ത്? -2 3. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് 2ഉം 4ഉം ആണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം മാത്രം ഇങ്ങനെ വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ ശരിക്കും ആക്സസ് ഒക്കെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? അതായത് ഇവിടെ തന്നിരിക്കുന്നത് -2ഉം 3ഉം ആണ്. അതായത് -2 ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് -2, പിന്നെ y കോർഡിനേറ്റ് ഒറിജിനിൽ നിന്ന് മുകളിലേക്കാണ് 3. കാരണം ഇത് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എന്തറിയാം? ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയിൻ്റ് ഉണ്ട്. ഇനി y കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഒറിജിനിൻ്റെ ടോപ്പിലേക്കാണ് പോയിൻ്റ് ഇരിക്കണത്. അപ്പോൾ ഈ പോയിൻ്റ് എവിടെയായിട്ട് വരും? ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇരിക്കും. ഇനി അടുത്ത പോയിൻ്റ് തന്നിരിക്കുന്നത് 2 4 ആണ്. ഈ പോയിന്റിൽ രണ്ടും പോസിറ്റീവാണ്. എക്സ് കോർഡിനേറ്റും പോസിറ്റീവാണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടും ഒറിജിനിൽ നിന്ന് മുകളിലോട്ടും ആണ് ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വരിക. മനസ്സിലായില്ല? അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ബാക്കി പോയിൻറ്റ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈ കോർഡിനേറ്റ്സ് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 3 തന്നെയായിരിക്കും അല്ലേ? വൈ കോർഡിനേറ്റ് കിട്ടിയത് 3. ഇവിടെ 3 ആയതുകൊണ്ട് ഇതിലെ എല്ലാ പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. പക്ഷേ എക്സ് കോർഡിനേറ്റ് വ്യത്യാസമായിരിക്കും. എക്സ് കോർഡിനേറ്റ് പക്ഷേ വെർട്ടിക്കൽ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും സെയിം ആയിട്ട് കിട്ടുക? എക്സ് കോർഡിനേറ്റ് ആണ് സെയിം. അപ്പോൾ ഈ ഒരു ലൈൻ എടുത്താൽ മതി. ഈ ലൈൻ എടുക്കുമ്പോൾ അത് എന്ത് ലൈനാണ്? വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് ഈ പോയിൻറ്റിലെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഈ പോയിൻറ്റിലും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാ? 2. അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? നമുക്ക് 2 തന്നെയാണ് കിട്ടുക. മനസ്സിലായല്ലോ? ഹൊറിസോണ്ടൽ ലൈനിൽ വൈ കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് ഈ വൈ കോർഡിനേറ്റ് നമ്മളിവിടെ എടുത്ത് എഴുതി. വെർട്ടിക്കൽ ലൈനിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എടുത്ത് എഴുതി. സെയിം തന്നെ ഇവിടെ. ഇത് ഹൊറിസോണ്ടൽ ലൈനാണ് അല്ലേ? ഈ ഒരു ലൈൻ. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഈ പോയിൻറ്റിനും. അപ്പോൾ ഇവിടുത്തെ ഏത് വൈ കോർഡിനേറ്റ് 4 എന്ന് കിട്ടി. ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? ഈ വെർട്ടിക്കൽ ലൈനിലെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെയും. അപ്പോൾ ഇതെന്ത് കിട്ടി? -2 4. മനസ്സിലായില്ലേ? ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതാണ് ട്രിക്ക്. എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് 4 വെർട്ടിസസിൻ്റെയും
എന്ത് കിട്ടി? കോർഡിനേറ്റ്സ് കിട്ടി. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റിൻ്റെ സൂചക സംഖ്യ ഏതാ? 2, -4. ഇവിടുത്തെ -1, -2. അങ്ങനെയാണെങ്കിൽ ഇനി ഈ 2 മൂലകളിലെയും സൂചക സംഖ്യ, അതായത് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റിൻ്റെയും y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? -4 തന്നെയായിരിക്കും. ഈ പോയിൻറ്റിൻ്റെ -4 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? -4 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് കിട്ടി. ഇനി x കോർഡിനേറ്റ് ഏത് ലൈനാണ് ശരിയാവുക? സെയിം ആവുക? വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പോയിൻറ്റിൻ്റെ x കോർഡിനേറ്റ് -1 ആണെങ്കിൽ ഇവിടത്തെയും x കോർഡിനേറ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഈ വെർട്ടെക്സിൻ്റെ കിട്ടി. ഇനി അതുപോലെ ഇവിടെ ഈ വെർട്ടിക്കൽ ലൈനിലെ x കോർഡിനേറ്റുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ലൈനിലെ ഈ 2 തന്നെയായിരിക്കും ഇവിടെയും x കോർഡിനേറ്റ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനിലെ y കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ ഇവിടെ എത്ര തന്നെയായിരിക്കും? -2 ആയിരിക്കും. ഇനി ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ആക്സിസ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഇനി വരയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം അല്ലേ? ഈ 2 ഭാഗങ്ങളും എന്താണ്? പോസിറ്റീവാണ് x കോർഡിനേറ്റ്. പക്ഷേ എല്ലാത്തിൻ്റെയും y കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവാണ്. അതായത് ഇത് ഈ റെക്റ്റാങ്കിൾ എന്ന് പറയണത് ഒറിജിനിൽ നിന്ന് എല്ലാം ഡൗണിലാണ് ഇരിക്കുന്നത്. മനസ്സിലായി? ഇനി റെക്റ്റാങ്കിളിൻ്റെ കുറച്ച് ഭാഗം എങ്ങോട്ടുണ്ട്? ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ടുണ്ട്. കാരണം x കോർഡിനേറ്റ് ഇവിടെ രണ്ടും പോസിറ്റീവാണ്, ഇവിടെ രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെയായിരിക്കും വരിക. മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 2. ഇത് -2 ആയിരിക്കും, ഇത് -4 ആയിരിക്കും. അപ്പോൾ ഇത് 2 -2 ആയി, ഇത് 2 -4 ആയി. ഇനി ഈ സൈഡിൽ എന്താണ്? ഇത് -1 ആയിരിക്കും. അപ്പോൾ ഇത് -1 -2, ഇത് -1 -4. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് കാണുമ്പോൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. കാരണം y കോർഡിനേറ്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ ആ പോയിൻറ്റ്സൊക്കെ ഒറിജിനിൽ എന്തായിരിക്കും? ബോട്ടം പൊസിഷനിലായിരിക്കും. ഇനി x കോർഡിനേറ്റ് നെഗറ്റീവ് വന്നാൽ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ഇനി അതുപോലെ ഇനി അടുത്തത് നോക്കാം. അടുത്ത വെർട്ടെക്സ് 2, 6 ആണ്. ഇവിടെ ഏതാ? -1, 3 ആണ്. പെട്ടെന്ന് എഴുതാലോ. ഈ പോയിൻ്റ്, ഈ ലൈൻ നോക്കാം. ഇതിൽ ഈ അറ്റത്തെ പോയിൻറ്റിൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് ഇത് തന്നെയായിരിക്കും. ഇനി ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് കിട്ടി. എന്ത്? 2, 3 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ x കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ -1. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയണത് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ മാർക്ക് ചെയ്യണം. തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടിസസിലുള്ള പോയിൻറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇത് പോയിൻറ്റ്സ് ആദ്യം തന്നെ നിങ്ങൾ നോക്കണം. ഇത് ഇവിടെ 7, 8 ഇവിടെ കൊണ്ട് എഴുതാൻ പാടില്ല, ഇവിടെ എഴുതണം എന്നൊക്കെ ഉള്ളത് ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കോർഡിനേറ്റ് 3, 5 ആണ്. പിന്നത്തെ 7, 8 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ x കോർഡിനേറ്റ് 3യും പിന്നെ അതിൽ നിന്ന് കുറച്ച് റൈറ്റിലോട്ട് നീങ്ങിയിട്ടാണ് അടുത്ത 7 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് വരുന്നത്. ഇനി y കോർഡിനേറ്റ് 5 ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്നിട്ടാണ് എന്ത് വരിക? 8 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് വരിക അല്ലേ? അപ്പോൾ 7, 8 ഇവിടെയും 3, 5 ഇവിടെ ആയിട്ട് തന്നെ എഴുതണം. ഇനി അടുത്തത് ഈ 2 പോയിൻറ്റ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം തന്നെ വെർട്ടിക്കൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ എന്തിൻ്റെ കോർഡിനേറ്റ് സെയിം ആയിരിക്കും? x കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 7 തന്നെയായിരിക്കും. ഇനി ഹൊറിസോണ്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? 5 ആയിരിക്കും.
ഇനി ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കൽ ആയതുകൊണ്ട് ഏത് കോർഡിനേറ്റാണ് സെയിം ആവുക? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും. ഇനി ഇതെടുത്ത് കഴിഞ്ഞാൽ ഏത് കോർഡിനേറ്റാണ് സെയിം ആവുക? വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇത് എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടി. ഇനി ഇത് ആദ്യം വിശദീകരിച്ച് പറഞ്ഞ കാരണം ഞാനിപ്പോൾ സ്പീഡിൽ പോണത്. ഇനി അടുത്ത ഇത് നോക്കിയേ, 6 2 5 4. അപ്പോൾ ഓർക്കണം 6 2 എവിടെയായിട്ട് വരും? 5 4 എവിടെയായിട്ട് വരും? അപ്പോൾ എക്സ് കോർഡിനേറ്റ് 6 ആണ്. അതായത് എന്ത് ഹൊറിസോണ്ടലി എത്ര പോയിൻ്റാണ്? 6ഉം. പിന്നെ വേണ്ടത് ഹൈറ്റായിട്ട് വരുന്നത് എന്താ? അതായത് ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് 2 പോസിറ്റീവ് ആയതുകൊണ്ട് 2 ഇതാണ്. ഇനി അടുത്തത് എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ 6നേക്കാളും മുന്നിലുള്ള പോയിൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? 6നേക്കാളും ലെഫ്റ്റിലോട്ടുള്ള പോയിൻ്റ് ആയിരിക്കും. പിന്നെ 2വിനേക്കാളും 2 പോയിൻ്റ് മുകളിലേക്കാണ് എന്ത് 4 വരുന്നത്. അപ്പോൾ 6നേക്കാളും ലെഫ്റ്റും പിന്നെ 2വിനേക്കാളും മുകളിൽ 2 പോയിൻ്റ് ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പോയിൻ്റ് എഴുതണത്. ഇനി ഈ ബാക്കി 2 പോയിൻ്റ് എഴുതാറിയാലോ. വെർട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താ? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, 6 കിട്ടി. ഇനി ഹൊറിസോണ്ടൽ നോക്കിക്കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടലി വൈ കോർഡിനേറ്റ് ഇവിടെ 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 4 ആയിരിക്കും. ഇനി വെർട്ടിക്കലി എന്ത്? എക്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതും 5, ഇതും 5. ഇനി ഹൊറിസോണ്ടലി വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 2, ഇതും 2. അങ്ങനെ ഈ 2 പോയിൻറ്റും കിട്ടി. അപ്പോൾ ഇത് -3 എടുത്താൽ ഇതെന്താവും? -7 ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് വൈ കോർഡിനേറ്റ് നോക്കിയേ. ഇത് 1 എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഒരു 4 പോയിൻറ്റും കൂടി കയറി 5ലാണ് അടുത്ത വൈ കോർഡിനേറ്റ് കിട്ടണത്. അപ്പോൾ ഇത് -3ഉം 5ഉം വരണം. അപ്പോൾ ഏത് വെർട്ടെക്സാ? ഇതായിരിക്കും -3 5. ഇനി അടുത്തത് -7ഉം 1ഉം ഇവിടെ ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് എക്സ് കോർഡിനേറ്റ് -3 -7. അപ്പോൾ -3 ഇവിടെയാണെന്നുണ്ടെങ്കിൽ -7 ഈ ഒരു പോയിന്റിലായിട്ട് വരും. ഇനി അടുത്തത് 1 ആണ് വൈ കോർഡിനേറ്റ് ചെറുത്, പിന്നെ 5 ആണ് മുകളിൽ. അപ്പോൾ 1 ഇവിടെ ആയിരിക്കും, 5 മുകളിലായിരിക്കും. ഇനി ബാക്കി പോയിൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഇത് ഹൊറിസോണ്ടലിൻ്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, അതുകൊണ്ട് ഇത് 1 ആണ്. വെർട്ടിക്കലിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, അതുകൊണ്ട് ഇവിടെ -3 വന്നു. അടുത്ത പോയിൻ്റ് ഇത് വെർട്ടിക്കലിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, അതുകൊണ്ട് ഇവിടുത്തെ 5 തന്നെയായിരിക്കും ഇവിടത്തെയും വൈ കോർഡിനേറ്റ്. ഇനി ഈ ലൈനിലെ ഏതായിരിക്കും സെയിം? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എത്രയാണ്? -7 5 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു റെക്റ്റാങ്കിള് ഈ ആക്സിസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തായിട്ട് വരുമെന്നാണ് തോന്നണത്? ഇതിൽ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. അതായത് റെക്റ്റാങ്കിള് ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇനി വൈ കോർഡിനേറ്റ് എല്ലാം പോസിറ്റീവാണ്. അതായത് റെക്റ്റാങ്കിളൊക്കെ ഒറിജിൻ്റെ മുകളിലാണ്, അതായത് ലെഫ്റ്റിൽ മുകളിലായിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടാം. ഇനി അടുത്തത് നോക്കിയേ, ഒരു പോയിൻ്റ് -1 -2, അടുത്തത് -5 -4. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -1 ആണ്, അടുത്തത് -5 ആണ്. അപ്പോൾ ഇവിടെ -1 കൊടുത്താൽ -2 -3 -4 -5 അങ്ങനെ ഇവിടെ ഇത് -5 ആണ് എക്സ് കോർഡിനേറ്റ് കിട്ടുക. ഇനി വൈ കോർഡിനേറ്റ് -2 ആണ്, ഇത് എന്താണ്? +4 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് താഴെ വരാ? -2 ആണ് താഴെ വരാ, 4 ആണ് എവിടെ വരാ? മുകളിൽ വരാ. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി? ഇവിടുത്തെ 4ഉം ഇവിടെ എത്രയാണ്? 2ഉം കിട്ടി. അപ്പോൾ ഇത് -1, ഇത് -2. ഇനി ഈ -5ഉം 4 എവിടെയായിട്ട് വരും? ഇവിടെ വരും, -5 4. ഇനി അടുത്തത് ഇത് -5 ആണെങ്കിൽ ഇതും എന്തുതന്നെയായിരിക്കും? ഇത് വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലൈനിൻ്റെ വൈ കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് നമുക്കറിയാം വൈ കോർഡിനേറ്റ് എത്രയാണ്? 2. അപ്പോൾ ഇതിലും 2 ആയിരിക്കും. ഇനി ഇത് വെർട്ടിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എത്രയാണ്? -1. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടെയും.
-1 4. അപ്പോൾ എല്ലാ ലൈനും എല്ലാ പോയിൻറ്റ്സും കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എപ്പോഴും ആക്സിസ് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണത്, ഇവിടെയാണ് ഒറിജിൻ. അപ്പോൾ ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, പിന്നെ -3 4 അങ്ങനെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് -1 നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്കാണ് എന്ത് വരാ റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാലോ ഇനി മുകളിലോ താഴെയോ എന്നുള്ളത് നോക്കാനായിട്ട് എന്ത് ചെയ്യുക, y കോർഡിനേറ്റ് നോക്കുക. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് എവിടെയായിരിക്കും, ഇത് മുകളിലായിട്ടാണ് വരാം.